കറുത്ത പൊന്ന് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്, പക്ഷെ ഒഴുകുന്ന പൊന്നിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇന്ന് നമുക്ക് അതെന്താണെന്ന് നോക്കാം. എൻ്റെ പേര് ഡോക്ടർ മേഘ വിൽസൺ. ഞാനൊരു വെറ്റിനറിയൻ ആണ്. ആനിമൽ റിലേറ്റഡ് അല്ലെങ്കിൽ വെറ്റിനറി റിലേറ്റഡ് കണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഡു ഫോളോ മൈ ചാനൽ ദ വെറ്റ് വോയേജസ്. ഒഴുകുന്ന പൊന്ന് എന്ന് പറയുന്നത് ആംബർഗ്രീസ് എന്ന് പറയുന്ന ഒരു വസ്തു തന്നെയാണ്. മെഴുകു പോലെയുള്ള ഈ വസ്തു സ്പേം വെയിൽസ് എന്ന് പറയുന്ന തിമിംഗലത്തിന്റെ ദഹന വ്യവസ്ഥയിൽ ഉണ്ടാകുന്ന ഒരു പദാർത്ഥമാണ്. കണവ പോലെയുള്ള മീനുകളെയൊക്കെ കഴിക്കുന്ന സമയത്ത് അവരുടെ ചുണ്ട് എന്ന് പറയുന്ന ഭാഗം വളരെ ഷാർപ്പുള്ളതാണ്. അപ്പോൾ ഡൈജസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയാകുന്നത് ഈ ഭാഗമാണ്. ഈ ഭാഗം കൊണ്ട് തിമിംഗലത്തിന്റെ കുടലിൽ നിന്നും കേടുപാട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ശരീരം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു വസ്തുവാണ് പിന്നീട് ആംബർഗ്രീസ് ആയി മാറുന്നത്. ഇത് കടലിലെത്തുന്നത് പ്രധാനമായും തിമിംഗലം ഛർദ്ദിക്കുമ്പോഴോ അല്ലെങ്കിൽ ഡെഫിക്കേറ്റ് ചെയ്യുമ്പോഴോ ആണ്. ഈ അവസരത്തിൽ വളരെ ദുർഗന്ധമേറിയിട്ടുള്ള ഒരു വസ്തു തന്നെയാണ് ഈ ആംബർഗ്രീസ്. മറ്റ് എലിമെന്റ്സ് ആയിട്ട് റിയാക്ട് ചെയ്തിട്ടും സൂര്യപ്രകാശം തട്ടിയിട്ടൊക്കെയാണ് പിന്നീട് കുറച്ചു കാലം കഴിയുന്നതോടുകൂടി ഇത് ആംബർഗ്രീസ് എന്ന ഒഴുകുന്ന പൊന്നായി മാറുന്നത്. പലപ്പോഴും ഇത് ബീച്ചുകളിൽ അടിയുകയോ അല്ലെങ്കിൽ കടലിൽ ഒഴുകി നടന്ന് മീൻ പിടിക്കുന്നവരുടെ ശ്രദ്ധയിൽപ്പെടുകയാണ് ചെയ്യാറ്. ബ്ലാക്ക്, ഗ്രേ, യെല്ലോ എന്നിങ്ങനെ നിറങ്ങളിലാണ് പ്രധാനമായിട്ടും ഇത് കാണാറ്. മെഴുകു പോലെ ഉണ്ടാകുന്ന ചില ആംബർഗ്രീസിന് വിപരീതമായി ഹാർഡായിട്ടും ഈ ആംബർഗ്രീസ് പലപ്പോഴും കാണാറുണ്ട്. പഴയ ചികിത്സാ രീതികളിലൊക്കെ ഇത് ഉപയോഗിച്ചിരുന്നു എന്നാണ് പറയുന്നത്. മാത്രമല്ല ചില മതപരമായ ആചാരങ്ങളിലും ആംബർഗ്രീസിന്റെ ഉപയോഗം ഉണ്ടായിരുന്നു. പക്ഷെ പ്രധാനമായും ആംബർഗ്രീസ് യൂസ് ചെയ്യുന്നത് പെർഫ്യൂം ഇൻഡസ്ട്രിയിലാണ്. ഇതിന്റെ മണം കാരണവും മറ്റു മണങ്ങളെ നമ്മുടെ ശരീരത്തിൽ കൂടുതൽ ഇത് നിലനിർത്തുന്നു എന്നുള്ളത് കൊണ്ടാണ് പെർഫ്യൂം ഇൻഡസ്ട്രിയുടെ ഒരു ഫേവറേറ്റ് വസ്തുവായിട്ട് ആംബർഗ്രീസ് മാറുന്നത്. എർത്ത്ലി സ്മെൽ അല്ലെങ്കിൽ എർത്ത്ലി കോട്ട്സ് എന്ന് പറയുന്ന ഗണത്തിലാണ് ആംബർഗ്രീസിന്റെ മണം വരിക. ഇതിൽ എർത്ത്ലി സ്മെൽ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും വരുന്നത് കുന്തിരിക്കത്തിൻ്റെ, ഊതിൻ്റെ, സാൻഡൽവുഡ്, ഇതൊക്കെ എർത്തി സ്മെൽസ് ആണ്. ഒരുപാട് കോസ്റ്റ്ലി ആയിട്ടുള്ള പെർഫ്യൂമുകൾ ആംബർഗ്രീസ് ഉപയോഗിച്ചിരുന്നു. പക്ഷെ ഇന്ന് പ്യോർ ആംബർഗ്രീസ് യൂസ് ചെയ്യുന്ന പെർഫ്യൂംസ് വളരെ കുറവാണ്. ആംബർഗ്രീസിന് മണവും ഗുണവും കാണിക്കുന്ന അതിൻ്റെ സിന്തറ്റിക് പ്രോഡക്ട്സ് ഉപയോഗത്തിൽ വന്നതാണ് ഇതിനുള്ള ഒരു പ്രധാന കാരണം. കൂടുതൽ എത്തിക്കലും കൂടുതൽ സസ്റ്റൈനബിളും ആയിട്ടുള്ള ഒരു ഓപ്ഷൻ വന്നപ്പോൾ സംഭവിക്കുന്നത് തന്നെ ഇവിടെയും സംഭവിച്ചു. മാത്രമല്ല സ്പേം വെയിൽസ് എൻഡേഞ്ചർഡ് സ്പീഷീസിൽ വരുന്ന ഒരു ജീവി ആയതുകൊണ്ട് തന്നെ ആംബർഗ്രീസ് പല ഇന്റർനാഷണൽ എഗ്രിമെന്റ്സും വെച്ച് ബാൻ ചെയ്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ആംബർഗ്രീസ് സ്പേം വെയിൽസിനെ ഉപദ്രവിച്ചുകൊണ്ട് കിട്ടുന്ന ഒരു സാധനമല്ലെങ്കിലും പൊന്മുട്ട ഇടുന്ന താറാവിനെ പോലെ പല ഇല്ലീഗൽ ഹണ്ടിങ്സും ഇതിനു വേണ്ടിയിട്ട് നടന്നിരുന്നു. അതുകൊണ്ടാണ് ഇന്റർനാഷണൽ എഗ്രിമെന്റ്സ് വഴി ആംബർഗ്രീസും ബാൻ ചെയ്യാൻ കാരണം. ഒരു കൗതുകത്തിൻ്റെ പേരിൽ ആംബർഗ്രീസിൻ്റെ വില ഞാനൊന്ന് വെറുതെ ഗൂഗിൾ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഏറ്റവും അടുത്ത 2021 തമിഴ്നാട്ടിൽ കിട്ടിയിട്ടുള്ള ഒരു ആംബർഗ്രീസ് വിറ്റുപോയത് 3 കോടിയോളം രൂപയ്ക്കാണ്. ചുരുക്കി പറഞ്ഞാൽ സയൻസും ഹിസ്റ്ററിയും ലക്ഷറിയും ഒത്തിണങ്ങുന്ന ഒരു വസ്തുവാണ് ആംബർഗ്രീസ്. ഉപയോഗം വളരെ കുറവാണെങ്കിലും അതിൻ്റെ ലെഗസി ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.